നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി അടുത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, അമ്മ എന്തായാലും ചേച്ചിയുടെ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയണ്ട ഈ വീട്ടിലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അമ്മ നമ്മളെല്ലാവരും ഇപ്പം അഭിയെടുത്ത് ക്ഷമിക്കാതെ നിന്നാലും എന്തായാലും നവ്യ അവനെയും ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മളെ വേണുവാണെങ്കിലും നാഗേന്ദ്രൻ്റെ അടുത്തും അഭിയെടുത്തും വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോക്ക് നിങ്ങളെ കമ്പനിയിൽ ഒരു ചാൻസ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭിയെടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ഭാര്യയുടെ അത്ര ഇല്ലെങ്കിലും എൻ്റെ മോളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൾ ഓരോ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ അഭിനയിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേണു പോയതിന് ശേഷം നമ്മൾ അഭി പറയുന്നുണ്ട്, അച്ഛ ഇവർക്കൊന്നും ഒരു ജോലി കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഇവരൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ നീ വിട്ട് കളയണ്ട, ചിലപ്പം ഇവരൊക്കെ കൊണ്ട് നമുക്ക് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് എന്തായാലും ഇവർക്കൊരു ചാൻസ് ഒക്കെ കൊടുത്തു നോക്കാന്നൊക്കെ നമ്മൾ നാഗേന്ദ്രൻ്റെ അഭിയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അഭിക്കാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ അനാമികയ്ക്ക് അവിടെ ഒരു ജോലിയൊക്കെ കൊടുക്കുന്നതും അത്ര ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. പിന്നെ കാണിക്കാൻ നമ്മളെ നവ്യയും അതുപോലെ ജലജയാണ്. ജലജയാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇനി മേലെ അവിടെ നാഗേന്ദ്രൻ്റെ അവിടെ ജോലിക്ക് പോരുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ പോകാതിരിക്കുന്നത്, അവരെനിക്കാണെങ്കിൽ ശമ്പളം തരുകയും ചെയ്യുന്നുണ്ട്, അതിന് പുറമെ ആണെങ്കിൽ എനിക്ക് പൈസയും തരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ജ്വല്ലറിക്ക് പരസ്യത്തിനൊക്കെ പോകുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇതിനകത്ത് പോകാതിരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നവ്യയാണെങ്കിൽ ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജലജയാണെങ്കിൽ നവ്യ അടുത്താണെങ്കിൽ ദേഷ്യം പിടിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.